यूपी में तो एक ही नारा गूंजता है, न गौ माता को कटने देंगे, न हिंदुओं को बटने देंगे. ജനങ്ങളുടെ ആർപ്പുവിളി കേൾക്കുമ്പോൾ എന്തോ പുതിയ പാഠ്യപദ്ധതികൾ, റോഡ് ഡെവലപ്മെന്റുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽസ്, ഫ്രീ അലവൻസുകൾ, കറണ്ട് ബില്ല്, ഗ്യാസ്, ഇതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇളവ് നൽകും, അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നതിനെ തുടർന്നുണ്ടാകുന്ന ആർപ്പുവിളികളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്താ അവിടെ നടക്കണത് എന്ന് ആലോചിച്ച് നോക്കി. പച്ചയായ അപരമത വെറുപ്പ് തുപ്പുക, വിഷം ചീറ്റുക, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇവർ ചെയ്തു പോകുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇത്രയും കൂടുതലായിട്ട് ചിന്തിക്കുന്ന, കാര്യങ്ങളെ കണ്ടറിയുന്ന ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ പോലും ചെന്നിട്ട് പച്ചയായ വെറുപ്പ് തുപ്പിയിട്ടും ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം അതപ്പതിച്ചു പോയിട്ടുണ്ട് ആളുകളുടെ ചിന്താഗതി എന്ന് ആലോചിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഇനി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ നടന്നത് വെസ്റ്റ് ബംഗാളിലാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, യുപിയുടെ മുഖ്യമന്ത്രി, എവിടെ പോയാലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തുള്ള പല ആളുകളും ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ശരിയായ ചിന്തകളിൽ നിന്നും അവരുടെ ചിന്തകൾ വേർതിരിഞ്ഞു പോയിരിക്കുകയാണ്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, കോഡ് ഓഫ് കണ്ടക്റ്റുകൾ തന്നെയുണ്ട്. ആ ലംഘനങ്ങൾ പച്ചയായി നിലവിൽ നിൽക്കുന്ന സംസ്ഥാനമാണത്. എന്നിട്ട് ആ സംസ്ഥാനത്ത് പോലും വന്നിട്ട് വീണ്ടും അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഉത്തർപ്രദേശിൽ റോഡുകളിൽ നിസ്കരിക്കാൻ അനുവദിക്കില്ല, ഉത്തർപ്രദേശിൽ പള്ളികളിൽ നിന്നും ബാങ്കിന്റെ ശബ്ദം കേൾക്കില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ജനങ്ങൾ മാറി ചിന്തിക്കണം. ഹ്യൂമൻ എറർ എന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള പല സാധനങ്ങളുടെയും എറർ സംഭവിച്ചു തുടങ്ങി. ആ സംഭവിച്ചു തുടങ്ങിയത് തന്നെ ഈ ഇതുപോലെയുള്ള രാഷ്ട്രീയ വിഷം തുപ്പുന്ന ആളുകളുടെ വിഷങ്ങൾ ഉള്ളിൽ കയറിയിട്ടാണ്. ഇതേപോലൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ പ്രിയപ്പെട്ട സംസ്ഥാനവും അല്ലെങ്കിൽ അതിലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടറിഞ്ഞ് അത് ചിന്തിക്കാനും അതിനെ പ്രോസസ് ചെയ്യാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? അതേ സമയത്ത് ഈ പറയുന്ന അതേ യു പി എന്ന് പറയുന്ന സംസ്ഥാനത്ത് എന്തുമാത്രം ഗോമാതാക്കളെ ഇറച്ചി കട്ട് ചെയ്ത്, ബീഫ് ഇറച്ചി കട്ട് ചെയ്തിട്ട് കയറ്റി വിടുന്നുണ്ടോന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ജനങ്ങൾക്ക് ചിന്തിക്കാനോ അതിനെക്കുറിച്ചൊന്നും പറയാനോ ഉള്ള അവകാശം പോലുമില്ല. ആളുകളുടെ ഒരുതരം ഡെല്യൂഡഡ് ആക്കിക്കൊണ്ട്, ആളുകളെ ഒരുതരം മായാലോകത്തെത്തിച്ചുകൊണ്ട് നിങ്ങളെല്ലാം എന്താ പറയുക അപകടത്തിലാണെന്നുള്ളൊരു ഫേക്ക് മുഖംമൂടി ഉണ്ടായിക്കൊണ്ട് ഭരിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഇനി എന്ന് സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ആരും അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാനോ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താ ചെയ്യുക ഇനി? എന്ന് ഇതിനൊക്കെ മാറ്റം വരാം, എന്ന് ഇതിനൊക്കെ എന്താ പറയുക, മതം എന്ന് പറയുന്ന സാധനം ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും അത് അവകാശമാണെന്നും അത്